والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله وما توفيق إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله العلي العظيم. വളരെയേറെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന മനസ്സുമായാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുഖസ്താദ് സയ്യിദ് ഫസൽ കോയമ്മ ഞങ്ങളെ പറയുക അപ്രത്യക്ഷമായി പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ആ ഷോക്ക്, ആ സ്തംഭനാവസ്ഥ 3-ാം ദിവസത്തിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ എൻ്റെ സുഹൃത്ത് കൂട്ടമ്പാറെണ്ണം തരഞ്ഞ് വിശദമായി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തിയതാണ്. എന്നും സ്മരിക്കുന്ന നിലയിൽ 10-18 അധികരിച്ചാൽ ഒരു 20 കൊല്ലം കൊണ്ട് വളരെ ശോഭയോടുകൂടി ഉദിച്ചു പൊങ്ങി വളരെ പെട്ടെന്ന് അസ്തമിച്ച ഒരു തേജസ്സായ സൂര്യനാണ് മഹാനായ സയ്യിദ് അഹ്മദുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എനിക്ക് സംസാരിക്കാൻ കൊണ്ട് നാവൊക്കെ തൊണ്ട വരെ വരണ്ടു പോവുകയാണ് ഷുഗർ കൊണ്ട്. അള്ളാഹു കാക്കട്ടെ. എൻ്റെ സുഹൃത്ത് KP പട്ടവും KP നമ്മളൊക്കെ നല്ലോണം പ്രവർത്തിച്ച ഡോക്ടറെയൊക്കെ ക്ഷീണിതരാണ്. പലരും ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു, പലരും ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മളെ സുന്നത്തി മയത്തിന്റെ നിലനിൽപ്പും ശക്തിയും ഇവിടെ നിലനിൽക്കണമെങ്കിലും ഭാവി തലമുറകളായ യുവാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ആ ആശയാദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ മാതൃകായോഗ്യവും ദീർഘദീക്ഷയുള്ളതുമായ നേതൃത്വം ആവശ്യമാണ്. അത് നമ്മളിൽ നിന്ന് ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോൾ അതിന്റെ വിടവ് തികച്ചും തീർച്ചയായിട്ടും നമുക്ക് ബാധിക്കും. അള്ളാഹു കാക്കട്ടെ, പകരക്കാരെ അള്ളാഹു നിശ്ചയിക്കട്ടെ. എന്നാലും നമുക്കറിയാം ഓരോ നേതാക്കന്മാർ, കാര്യങ്ങളെ പേര് ഞാനിപ്പം പറയുന്നില്ല. മഹാനായ ശംസുല്ലമയായാലും മഹാനായ EK അസംസിലാറായാലും അതിനു മുമ്പ് കഴിഞ്ഞവരായാലും ഇപ്പൊ അടുത്ത് മഹാനായ താജുലുലമ കൻസുലുലമ MS അടക്കമുള്ളവരായാലും അതിന് പകരം ഒരാളുണ്ട് എന്ന് കാണിക്കാറായിട്ടില്ല. അള്ളാഹു നൽകിയിട്ടില്ല, നൽകട്ടെ. അനകൊണ്ടും കാണിക്കും. അത് ഇന്ന ആളിന് പറ്റിയ ആളോ ഇല്ല. അത് ഭയാനകരമായ ഒരു അവസ്ഥയാണ്. ആശങ്കയുള്ളൊരു ഭാവിയിലേക്കാണ് നമുക്ക് ആ സമയത്ത് തോന്നുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കണം. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങള് എല്ലാ രംഗത്തും, ഞാൻ വിവാഹം കഴിച്ചിങ്ങോട്ട് വരുമ്പോൾ അന്ന് 10-11 വയസ്സുള്ള ചെറുപ്പക്കാരൻ പരമത്തിന്. ആ സമയത്ത് സാധാരണ കുട്ടികളുടെ തമാശകളൊന്നും അങ്ങനെയില്ല. ഒരു ചെറിയ ഒരവസ്ഥയിലുണ്ടാവും. അങ്ങനെ വളർന്ന് അനാവശ്യമായ സംസാരങ്ങളോ മറ്റോ ഇല്ലാതെ നിലക്ക്. വാപ്പയോടാണെങ്കിൽ വളരെ ഭയത്തിലാണ്, വളരെ ഭയത്തിൽ. ഒരു പിതാക്കളും മക്കളുമായി ഉണ്ടല്ലോ ഒരു സ്നേഹപ്രകടനങ്ങളും അതുവരെ ഉണ്ടാവും. അത്രയും ഭയത്തിലാണ്. ചെറുപ്പത്തിലെ ഒരു ഉസ്താദിന്റെ അടുത്തുള്ള ശിഷ്യനൊപ്പം ഞാൻ കണ്ടതാ. അത് വളർന്ന് ഇവിടെ വരെ ആ സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നത് അല്പസമയം പറയാം.
അതായത് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞ് എനക്കുപ്പാൻ്റെ ആട് ശരിയാവില്ല അലിഞ്ഞാട്ട, എനിക്ക് അവിടെ ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അലിങ്കാക്ക് എനിക്കൊരു പള്ളി ജോലിയാക്കി തരണം, എനിക്ക് ഒരാളത്ത് മാപ്പാൻ്റെ അടുത്ത് ശരിയാവും, പേടിച്ചിട്ടാണ് നിർത്തുന്നത്. അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അനുജനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞിക്കുഴത്തങ്ങളോട്, നമ്മുടെ കോയമ്മക്കൊരു ജോലി വേണം. പെട്ടെന്ന് മൂപ്പര് പറഞ്ഞ് അയാൾക്ക് സുഖമില്ല, അപ്പം ഈ കയ്യിൽ എന്തായാലും പറയുന്നത് നടുവിൽ സന്ധിനൊക്കെ ഒരു വേദന ഉണ്ടായിരുന്നു, എല്ല് വളരുന്നത്. കുറേ മെല്ലും ചെയ്ത് പിന്നെ ബഗ്ദാദിലേക്ക് കൂട്ടിക്കൊണ്ട് ഈ കണ്ണിത്തുസാറിൻ്റെ കൂടെ പോകുമ്പോൾ മക്കത്ത് അച്ഛന് കൊണ്ടേ, എന്നിട്ട് താജുലിമ്മ പറഞ്ഞ എന്നോടതാ കോയമ്മക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയത്. ഒന്നാമത് ശിഫയാക്കി ചുരുക്കി എല്ലാവർക്കും അറിയാം. അപ്പം എൻ്റെ അനുജൻ കുഞ്ഞിക്കകത്ത് പറഞ്ഞാൽ അയാൾക്ക് അത്ര സുഖമില്ല, കയ്യിൽ അതുകൊണ്ട് ദൂരണം വേണ്ട, വലിയ പള്ളിയും വേണ്ട, ദൂരത്തെ പള്ളിയിൽ നിൽക്കട്ടെ എന്ന് യൂസുഫാജിയോട് പറയും. അവിടെ നിൽക്കണം, ഭക്ഷണം മറ്റു പുരയിന്ന് കൊടുക്കാൻ പാടില്ല, അയാളെ പുരയിൽ തന്നെ കൊടുക്കണം. അല്ലാതെ രാവിലെ 2 ഇളം ചൂടാക്കിയ മുട്ടയും രാത്രി കിടക്കുമ്പോൾ 1 ഗ്ലാസ് പാലും കൊടുക്കാൻ പറയണം എന്തെല്ലാം ഞാൻ കുഞ്ഞിക്കേട്ടങ്ങൾ പറഞ്ഞു. അങ്ങനെ അന്ന് ആദ്യമായിട്ടാ യൂസുഫാജിന്റെ മോനുണ്ടാവണം, ഇല്ല ഉക്കറുണ്ടതാ. യൂസുഫാജിയോട് അന്ന് ആദ്യമായിട്ടില്ല, ഞാൻ പോയി പറഞ്ഞു. ആ പള്ളിയിൽ ഞാൻ എടുപ്പിച്ചതാണ്, ആ സ്ഥലവും നമ്മളെ വാപ്പ പോയി നോക്കിയിട്ട് എടുപ്പിച്ചതാണ്. സ്ഥലം മുഴുവൻ 18 ഏക്കർ. അന്ന് വാപ്പാന്റെ പേരാണ് പള്ളിക്ക് ഞാൻ വെച്ചത്, ഫضل മസ്ജിദ്. പിന്നെ താജുലുമാനെ കൊണ്ടുപോയി ഈ പള്ളി വിപുലീകരിച്ചു. പിന്നെ കോയമ്പത്തങ്ങൾ ഒന്നുകൂടി മാളിക എടുത്തിട്ട് വിഷയം 7-ാമത്തതാണ് സംഭവം. അങ്ങനെയാണ്. അങ്ങനെ പോയി അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് കാജൂർക്കാർ വന്നു. കാജൂർ തങ്ങളെ മരിച്ചുപോയി സെയ്ദ് മുഹമ്മദ് ജബലുല്ലേരി തങ്ങൾ, അവർ സ്വർഗത്തിൽ ലഭിച്ചു കൂട്ടട്ടെ. അപ്പം അതിന് പകരമായിട്ടൊരാളില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളാളത്ത് പോയി കോയമ്പത്തങ്ങളെ വിട്ടു നോക്കാം. കാജൂറ് അപ്പൊ ഉള്ളാളത്ത് തങ്ങൾ പറഞ്ഞ് അത് കുമ്പോലെ പുതിയ പ്രൊഡക്റ്റ് വേണ്ടി ചോദിക്കുക, അയാൾ എവിടെ നിർത്തിയത് എനിക്കറിയില്ല എന്ന്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നതാ. ഞാൻ അവരോട് പറഞ്ഞു, കോയമ്മാനെ നിങ്ങളുടെ അടുത്ത് ഇപ്പം നിർത്താൻ പറ്റില്ല, അസുഖമല്ലോ ഉണ്ട്, വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ ഒരാളെ തരാം, പക്ഷെ ക്ഷമിക്കണമെന്ന്. ആരാണത്? അത് ജമലുല്ലേരി തങ്ങൾ, നിങ്ങളെ കാജൂർ തങ്ങളുടെ മകൻ ഉള്ളാളത്ത് പഠിക്കുന്നുണ്ട്, 4 മാസം കൊണ്ട് തഹസീലാണ്. പിന്നെ അയാളെ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അയാളാണ് ഇപ്പം അവിടെ ഉള്ള കുറെ കൊല്ലായി. സെയ്ദ് സൈനുൽ ആബിദീൻ ജമലുല്ലേരി തങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മൾ ചുരുക്കി പറയാം. ഞാൻ പറഞ്ഞതുപോലെ അവിടെ നിന്ന് അത് പിന്നെയാണ് ഈ വളർച്ച നമ്മളിങ്ങനെ അറിയുന്നത്. അങ്ങനെ വളർന്നു കൊണ്ടേ പോയി. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ആ വളർച്ചക്ക് ഏറ്റവും അധികം ശക്തി പകരുന്നത് എല്ലാത്തിനും ഇജാസത്ത് പറയും. ആ ഇജാസത്ത് മറ്റാരുന്നല്ല, ഉമ്മാന്റെയും ബാപ്പാന്റെയും തന്നെ. ഉമ്മ വഫാത്തായപ്പോൾ ഒന്നുകൂടെ അതങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ അത് വളർന്നു കൊണ്ടുവരുമ്പോൾ ഉപ്പയും വഫാത്തായി, ഒന്നുകൂടി ശക്തിപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഉന്നതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ അസ്തമാനം ഉണ്ടായിപ്പോയത്. അള്ളാഹുവിന്റെ നമുക്ക് തീരുമാനങ്ങൾ അതിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് വ്യസനമുണ്ട് എങ്കിലും നമ്മൾ ക്ഷമിക്കണം. കാരണം നമ്മുടെ മാതൃക ആരാണ്? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്ലാം ലോകത്ത് ശക്തിപ്പെട്ടതല്ലാതെ എവിടെയും തകർന്നു പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതിനുശേഷമുള്ള ഖുലഫാഇ റാഷിദീങ്ങളായ നാളാണ്
അവരോരോ വഫാത്തായി അല്ലെങ്കിൽ ഷഹീദായെങ്കിലും നമ്മുടെ സമുദായത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അന്ന് ഇങ്ങോട്ടെടുത്താൽ ഇന്ന് വരെയും ഇന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്നുണ്ട്. അതിന് പലപ്പോഴും കാരണക്കാർ നമ്മളാകേണ്ടി വരും. നമ്മളെ കാലത്ത് നമ്മളാണ് അതിന്റെ കാരണക്കാർ. നമ്മളിന്ന് പകർന്ന് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഭാവി തലമുറയാണ് അതിന് കാരണക്കാർ. അതിന് പ്രവർത്തിക്കണം. വളരെ ചുരുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വിഷമത്തിൽ ഒരു സമയമായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അവരിൽ നിന്നെല്ലാം പകർന്നത് അതേ നിലക്ക് നമ്മൾ നിലനിർത്തണം. ഒരു ഉപ്പ ഒരു മകനിക്ക് തോട്ടം കൊടുത്ത് നോക്കാൻ വേണ്ടി അങ്ങനെ നോക്കാം. ഉപ്പ മരിച്ച് വയസ്സായി അതിന് നോക്കണം. ഉപ്പ മരിച്ചിട്ടാകുമ്പോൾ അതിന് വെള്ളം വെച്ചിട്ടാണ് അത് പോകും, ബാക്കിയാ പോകും. ആ തൈയൊക്കെ നശിക്കൂല. അതുപോലെ തന്നെയാണ് നമ്മളെ മുൻഗാമികളായ അലിമീങ്ങളും സാദാത്യങ്ങളും അരിഫീങ്ങളും കാണിച്ചു തന്ന പ്രവർത്തനങ്ങളും വഴികളും സ്ഥാപനങ്ങളും ആ പഠിപ്പും ഇൽമും എല്ലാം അവര് നമ്മളിൽ നിന്ന് തന്നിരിക്കുന്നു, പകർന്നിരിക്കുന്നു എന്നുള്ള നിലക്ക് രണ്ട് കൈ കൊണ്ടും സ്വീകരിച്ച് അത് വളം തലമുറയിലേക്ക് നമ്മളായത്തിന്റെ അവസാനം വരെയും അത് എത്തിച്ചു കൊടുക്കേണ്ട കടമ നമുക്കാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. നമ്മുടെ കടമയാണ്. അതെല്ലാം ദീനുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഘനപ്പെട്ട ബാധ്യതയാണ് ഇപ്പൊ നമ്മളെ ചുമലിൽ വന്നിരിക്കുന്നത്. കാരണം താജുൽ വഫാത്തായതിന്റെ ശേഷം ഇവിടെ നമ്മ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി. നിങ്ങൾ വിവരിച്ചിട്ടുണ്ടാവും, ഞാൻ ഇപ്പൊ പറയുന്നില്ല. വലിയ കെട്ടിടത്തിന് ഒരു കെട്ടിട സമുച്ചയത്തിന് തന്നെ വലിയ ഒരു 6-7 കോടിയോളം കുട്ടിക വില വരുന്ന നമ്മുടെ മർക്കസിന്റെ എഞ്ചിനീയർ കൊണ്ട് അതിന്റെ എല്ലാ സ്കെച്ചും ഉണ്ടാക്കി അതിന്റെ ഒരു യോഗം എന്റെയും കോയമാറ്റങ്ങളുടെ നേതൃത്വത്തിൽ മംഗലാപുരത്ത് ചേർന്ന് ഇനി 2-3 സ്ഥലത്ത് ചേരാൻ വേണ്ടി കഴിഞ്ഞ കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ്. AP ഉസ്താദിന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം കുറ്റിയടിച്ചിട്ടില്ല അല്ലേ? ആ കിട്ടിയപ്പോ ഇപ്പം നീയാണ് ഞങ്ങൾ തീരുമാനിച്ചത് കോയമ്പത്തങ്ങളുണ്ടെന്ന്. ഇവിടെ ഇത് അതേപോലെയാണ് നമ്മൾ യോഗം. അപ്പോ ഈ ഉറൂസിനോട് അനുബന്ധിച്ച് കഴിഞ്ഞെങ്കിലാക്കാം രാവിലെ 10 മണിക്ക് കുറ്റിയടിക്കാം എന്നൊക്കെ തീരുമാനിച്ചതാണ്. അപ്പൊ ആ സ്ഥാപനം ഇവിടെ വളർന്നു വരണം. ഇവിടെ ദർസുണ്ട്. ഇപ്പൊ തന്നെ 300 മുദരിസന്മാരുണ്ട്, കുട്ടികളുണ്ട്. AP ഉസ്താദ് തന്നെ പറഞ്ഞ അൽ മദനി എന്ന പേരുള്ള സനത് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ താജുൽമാന്റെ ചാരത്ത് നടക്കണം. അത് നിന്ന് പോകാൻ പാടില്ല. ഇത് ഞാൻ പറയുന്നു, കോയമ്പത്തങ്ങളുടെ വഫാത്ത് നമുക്കൊരു പരീക്ഷണമായിരിക്കും എന്ന് നമ്മൾ ഏറ്റെടുക്കണം. ഇതിവരെ നടത്തുന്നോ ഇല്ലേ, ഇവര് കൈയൊഴിയുന്നോ ഇല്ലേ എന്നൊരു പരീക്ഷണമാണെന്ന് നാം മനസ്സിലാക്കണം. എന്താണോ തുടങ്ങി വെച്ചത് അത് നമുക്ക് പൂർത്തിയാക്കണം. അതുമാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സുള്ള നമ്മുടെ ആലിമീങ്ങൾക്കും സാദാത്യങ്ങൾക്കും അതിനുള്ള മനക്കത്തും തന്റെ ഇടവും എല്ലാം അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ നമ്മളൊക്കെ പല രോഗങ്ങളിലാണ്. ആരും രോഗമില്ലാത്തവരില്ല. എല്ലാം റബ്ബിലേക്ക് തവക്കലാക്കാം. അല്ലാഹു സലാമത്താകുന്ന സയ്യിദന്മാരെല്ലാം ഉണ്ട്. ഞാനൊന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും എല്ലാം ഇവരൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ വലിയ ഇരുന്നത്. കാലിന് നീര് വരുന്നുണ്ട്. അപ്പോ നമുക്ക് അള്ളാഹിനോട് ഒന്ന് ദുആ ചെയ്യ. പഠിച്ചവനെ, ഞങ്ങൾ നിന്ന് പലരെയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നീ നിന്റെ റഹ്മത്തേക്ക് നീക്കി. ഇനി ബാക്കിയുള്ളവർക്കെങ്കിലും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകി ഈ സമുദായത്തിന്റെ വിശേഷ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിനെ നീ ശക്തിപ്പെടുത്തി തരണേ റബ്ബേ എന്ന് നമുക്ക് ദുആ ചെയ്യുകയും അങ്ങനെയുള്ള ഭാവി തലമുറയെ നമുക്ക് ദർസിൽ കൂടിയും കോളേജിൽ കൂടിയും സ്ഥാപനങ്ങളിൽ കൂടിയും വളർത്തി ഈ സമുദായത്തിന് നൽകുകയും ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.